നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ഞാൻ ആർത്തവ അവധി കൊടുത്തതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് എനിക്ക് വന്ന കമൻസൊക്കെ ഞാൻ വായിച്ചപ്പോൾ അവരെൻ്റെ രാഷ്ട്രീയം തപ്പുന്നു, എൻ്റെ കരയോഗം തപ്പുന്നു, എൻ്റെ ബന്ധുക്കളെ തപ്പുന്നു. ഒരു കാര്യം പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ ഇല്ലയോ എന്നൊരു നിമിഷം ചിന്തിക്കാതെ നമ്മളെ ഈ പറഞ്ഞ പേഴ്സണലായിട്ട് ഹരാസ് ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നിതാ രാവിലെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഉമാ തോമസ് അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണിതെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ലാതെ കണ്ണടച്ച് പെട്ടെന്ന് കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് ആദ്യമേ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നലെ അത് കൊട്ടിക്കൊഴിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളത് ആലോചിക്കുന്നുവെങ്കിൽ ആലോചിച്ച ആരോടൊക്കെയാണോ നിങ്ങൾക്ക് അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ട് ടീച്ചേഴ്സിനോടും പേരൻസിനോടും ഒക്കെ ചർച്ചകൾ നടത്തിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ വെറുതെ ഒരു ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ പണ്ടത്തെ ഒന്നും അത്രയ്ക്ക് അവസ്ഥ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ സാനിറ്ററി പാഡ്സ് ഉണ്ട്, അതൊന്നും ഇല്ലാത്ത കാലത്തെ ആൾക്കാരും സ്കൂളിൽ പോയിരുന്നു. അന്ന് അവരനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ ഒരു 10% പോലും ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് നല്ല ടോയ്ലറ്റുകളുണ്ട്. ഞാനൊക്കെ പഠിച്ച കാലത്ത് ചെറിയ കുട്ടികൾക്കുള്ള ടോയ്ലറ്റുകൾ മാത്രമേ ഉള്ളൂ. പീരീഡ്സ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടച്ചുറപ്പുള്ള ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത കാലത്തൊക്കെയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കുന്നു എന്തിനാണ് ഇതൊക്കെ നിന്ന് പോയത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഉമാ തോമസിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവകാശമുണ്ട് എനിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അല്ലാതെ സംസാരിക്കാൻ ഒരു പ്രായമോ ഇതിനുള്ള കാര്യമോ ഒന്നും പക്വതയൊന്നും അതൊന്നും ബാധകമല്ലെന്ന് അറ്റ്ലീസ്റ്റ് ഈ എഴുന്നവരെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിമർശിക്കുന്നതിനെക്കുറിച്ചിനോട് താല്പര്യമില്ല. എനിക്ക് എൻ്റെ അറിവിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം, പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്നൂടെ മനസ്സിലാക്കിയിട്ട് വേണം ചോദിക്കാൻ. അല്ല ഒരു പാർട്ടിക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവണം എന്നില്ല. ഞാൻ എല്ലാ പാർട്ടിക്കാരെക്കുറിച്ചും ഞാൻ വിമർശനങ്ങൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരും വിമർശനങ്ങൾക്ക് അതീതമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്തു. ഒരു ഫോട്ടോയുടെ പേരിൽ ഇപ്പം ഫേസ്ബുക്ക് തുടങ്ങിയാൽ ഈ പറഞ്ഞ പോലെ VD സൈസിൻ്റെ ഷർട്ടില്ലാത്ത ഫോട്ടോ മാത്രമേ അതിനകത്ത് കാണാനുള്ളൂ. അപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പം ആലോചിച്ചും കണ്ടും എടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ വരും. അതായത് വിമർശനങ്ങൾ ആർക്കും അതീതമല്ല. ഇപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് വിമർശിക്കുന്നവരാണ് ഈ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവൻ. അപ്പം ആരും നിങ്ങളോ ഞാനോ കേൾക്കുന്നവരൊന്നും അതിന് അതീതമല്ല. വിമർശനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ തുടങ്ങിയപ്പോഴേ ഇത്ര അസോഷണം കാണിക്കുന്നത് എന്തിനാണ്? തുടങ്ങിയതല്ലേ ഉള്ളൂ. അന്നേരം ഒരു കാര്യം വന്നു, അതിനെക്കുറിച്ച് ഓരോരുത്തർ അഭിപ്രായം പറയുന്നു. എത്രയോ പേരാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായം ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. അപ്പം എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചിട്ട് വേണം ഒരു തീരുമാനമൊക്കെ എടുക്കാൻ, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 10 കുട്ടികളൊരു ക്ലാസ് ആണെങ്കിൽ 3 കുട്ടികൾ വെച്ച് പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് ഒരേ സമയത്താണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടികളുടെ പോർഷൻസ് നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ഈ പോർഷൻസ് മാറിക്കഴിയുമ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പേരൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ചില പേരൻസ് അച്ഛനും അമ്മയും മാത്രമുള്ള പേരൻസ് ഉണ്ടാവും. അവർ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളോടുകൂടെ പലരും സ്കൂളിൽ പറഞ്ഞയക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ അസമയത്തൊക്കെ കുട്ടികളെ വയ്യാതെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് അവർക്ക് അവിടെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതായത് സ്കൂളിൽ ഒരു നേഴ്സിംഗ് ഈ പറഞ്ഞ അസിസ്റ്റൻ്റ് എപ്പോഴും കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുക. അവർക്ക് നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥങ്ങളോ വയറുവേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്കത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കിട്ടാനോ ഒക്കെയുള്ള സംവിധാനം ഒരുക്കുക. നല്ല ടോയ്ലറ്റുകൾ അവർക്ക് സജ്ജമാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ പറയുന്നില്ല എല്ലാ കുട്ടികളും അല്ല പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ, ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടികൾ എത്രയോ ഉണ്ട് അല്ലേ? അപ്പം നന്നായിട്ട് വയറുവേദന എടുത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുമുണ്ട്. അവരൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അല്ലെങ്കിൽ അര ദിവസമൊക്കെ ചിലപ്പോൾ ലീവ് എടുത്തെന്നിരിക്കും. അത്രയൊക്കെ എടുക്കാറുള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ വന്നൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളിത് നടപ്പാക്കിയിട്ടില്ല. ചർച്ച എങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോരെ, ഇതൊക്കെ പ്രഖ്യാപിച്ചാൽ പോരെ. പ്രഖ്യാപനം വന്നതുകൊണ്ടാണല്ലോ, നമ്മുടെ ഗവർണർ അത് പറഞ്ഞതുകൊണ്ടാണല്ലോ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത്. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സാം വരുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ പീരീഡ്സ് ആണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല, ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല, നിങ്ങളത് എങ്ങനെ നടത്തും? ഇപ്പോൾ 10 കുട്ടികൾക്ക് ഓരോ ദിവസമാണ് എക്സാം ഡേറ്റിൽ അവർക്ക് പീരീഡ്സ് ആയിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ചൊരു ധാരണ വേണമല്ലോ അല്ലേ? അത് അന്നേരം ഞങ്ങൾ അവധി തരത്തില്ല, പരീക്ഷയ്ക്ക് പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്? ഈ 3 ദിവസത്തെ പോർഷൻസ് പിന്നെ ആര് എടുത്തു കൊടുക്കും, എങ്ങനെ എടുത്തു കൊടുക്കും? അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം.
അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ പറയാനുള്ളത് എനിക്കുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു അവബോധവുമില്ലാതെ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുക, പ്രത്യേകിച്ച് കൈ നനയാനൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് സാനിറ്ററി പാഡ്സ് ആവശ്യത്തിന് സ്കൂളുകളിൽ ലഭ്യത ഉണ്ടോ എന്നൂടെ അറിയണം. അതിങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ അത് കിട്ടുന്നുണ്ടോ എന്നൂടെ അറിയണം. കുട്ടികൾക്ക് കൃത്യസമയത്ത് ഇത് മാറാനുള്ള സൗകര്യമുണ്ടോ എന്ന് അറിയണം. കാരണം ക്യാൻസറൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ സാനിറ്ററി പാഡ്സിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടത് സ്കൂളിൽ അവൈലബിലിറ്റി ഉണ്ടോ എന്നും അതൊക്കെ കൃത്യമായിട്ട് തന്നെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ ഒക്കെ എന്നുള്ളതൊക്കെയാണ്. അതിനേക്കാൾ അത്യാവശ്യം ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്കൂളിൽ വേണ്ടത് കൗൺസിലിങ്ങിനുള്ള ആൾക്കാരാണ്. കുട്ടികളെ കൗൺസിൽ ചെയ്ത് അവരുടെ മാനസിക പിരിമുറുക്കം, ഇതുപോലെയുള്ള ശാരീരികമായ അസ്വസ്ഥത വരുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കം, അതുപോലെ എക്സാം ടൈമിൽ ഉണ്ടാകുന്ന പിരിമുറുക്കത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പരീക്ഷാ പേടി അങ്ങനെയൊക്കെയുള്ള സമയത്തും അല്ലാതെ കുട്ടികൾക്ക് എന്തെങ്കിലും തുറന്നു പറയാനും ഒന്ന് റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലേഴ്സിനെയൊക്കെ അത്യാവശ്യമാണ് സ്കൂളിൽ. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു കുട്ടികളുടെ ഉന്നമനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് അതൊക്കെയാണ്. അല്ലാതെ പിള്ളേർക്ക് എല്ലാവർക്കും 3 ദിവസം അത് കേൾക്കുമ്പോഴേ അവർ ആ ലീവ് എടുത്തു കഴിയും. അതിനകത്ത് ഒരു സംശയമില്ല. അല്ലാതെ കുട്ടികളെല്ലാം എനിക്കത് പഠിക്കണം പോകണം അങ്ങനെയല്ല. പിള്ളേർക്ക് കൊച്ചു പിള്ളേരാണ്, അവർക്ക് അത്രയൊക്കെ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. അവർ ലീവ് കിട്ടുമ്പോൾ അവരത് മിസ്യൂസ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ചെറിയ കുട്ടികൾ, ഞാൻ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഈ പാഡ് മാറാൻ പോയിട്ടും പറ്റാത്ത എത്രയോ പേരൻസ് അവർ കാത്തു നിന്ന് ഉച്ച സമയത്തൊക്കെ ഇവരെ മാറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വരികയും അതേപോലെ തന്നെ വേറെ പാൻറ്റീസിനകത്തൊക്കെ ഇത് വെച്ച് കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹമാണ്. കൊച്ചു കുട്ടികളാണ്, അവരുടെ 2 ക്ലാസ് പോയാലും പ്രശ്നമില്ലാന്ന് വെക്കാം. പക്ഷേ വലിയ കുട്ടികളെ സംബന്ധിച്ച് അതൊന്നും അല്ല അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാൻ. നേരത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പ്രഖ്യാപിച്ചില്ല, ഞങ്ങളത് ആലോചിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച വന്നത്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ഇടുക. വെറുതെ വന്നിട്ട് ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെക്കുറിച്ച് ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ഇടുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ വലിയ ധാരണ ഉള്ള പോലെയൊക്കെയാണ്. അവരെല്ലാം മനസ്സോ പീരീഡ്സ് ആവുന്നവരൊക്കെയാണ് അവരുടെ ഓരോരുത്തരുടെ സംസാരം കേട്ടാൽ സത്യം പറയാമല്ലോ. പക്ഷേ സ്ത്രീകൾ അറിയാവുന്നവരൊന്നും അതിനെക്കുറിച്ച് വേണമെന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലർക്കൊക്കെ പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും എല്ലാവരും ഇല്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഫൂളിഷ്നെസ്, അട്ടർ ഫൂളിഷ്നെസ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ.